ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് നമ്മളിവിടെ ഇതുപോലത്തെ ഒരു ചുരിദാറാണ് കേട്ടോ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ ഞാൻ ഇതുപോലത്തെ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ കൂടെയുള്ള ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇത്. അമ്മയ്ക്കും മകൾക്കും ഞാൻ ഒരുപോലെ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഇത് അമ്മയുടെ ഡ്രസ്സാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കയ്യിലും അതുപോലെ നെക്കിലും തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്യുന്നത്. കൈയിൻ്റെ സ്ലീവിൽ ഞാൻ അറ്റത്തായിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിനും ബോർഡർ ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഞാനിവിടെ ഗോൾഡൻ കളറിലുള്ള ഇതുപോലത്തെ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫുള്ളും ഞാനിതിൽ ആര്യ വർക്ക് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ ആര്യ വർക്ക് ആയതുകൊണ്ടാണ് ഞാനിത് കൂടുതൽ ഇങ്ങനെ ലെങ്ത്തായിട്ട് കാണിക്കാത്തത്. ഇതുപോലെ എടുത്തിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 വെച്ചിട്ട് ഞാൻ ഓരോ ലൈൻസും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് മൊത്തം കണ്ടിട്ട് നോക്കാം.
എനിക്കത് വെച്ച് കൊടുക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇതുപോലെ വെറുതെ ഇങ്ങനെയും ചെയ്യാം കേട്ടോ, നല്ല ഭംഗിയുണ്ടാവും. ഇതാ ഇതുപോലെ 2 ബീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഇപ്പുറത്തെ കോണിലും അതുപോലെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ മൊത്തത്തിൽ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡിസൈൻ ഇതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സെൻറ്റർ ഭാഗത്ത് ഗോൾഡൻ ബീഡും അതുപോലെ കോണുള്ള ഭാഗത്ത് വി ഷേപ്പുള്ള ഭാഗത്തിലൊക്കെ ഞാൻ ആ നീളത്തിലുള്ള 2 ബീഡ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ 2 സ്ലീവും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ നമുക്ക് അത്രയും നല്ല വീതിയിൽ മാത്രം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വെറും സാധാരണ പ്ലെയിൻ ടോപ്പിലും ഇതുപോലെ നെക്കിലൊന്നും ചെയ്യാതെ കയ്യിൽ മാത്രം ഇതുപോലെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇനി ഞാനിത് ഇതുപോലെ ഈ നെക്കിലാണ് കേട്ടോ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതിന് ഇത് കൂടെ ഞാനിങ്ങനെ ഫ്രെയിം വെച്ചിട്ടുണ്ട്. ഇതിൽ കാണുന്ന പോലത്തെ ബോർഡർ കണ്ടില്ലേ, സ്ലീവിൽ ഞാനത് ബോർഡർ കൊടുത്തിട്ടില്ലേ, അതുപോലെ